സംഘടനാ നേതാക്കൾ എതിരാളികളെക്കുറിച്ച് പറയുന്ന വാചകമാണിത്. ഒരേ പ്രവാചകന്റെ അനുയായികൾ ഈ വിധം പറയുന്നത് ശരിയാണോ? അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെടുന്നത് പ്രമാണങ്ങൾ ഗ്രഹിക്കുന്നതിൽ വരുന്ന ഭിന്നത കാരണമാണ്. ഈ കാരണം ഒരാളും പിഴച്ചു എന്ന് പറയാൻ മാനദണ്ഡമല്ല. സ്വഹാബാക്കൾ, മദ്ഹബിന്റെ ഇമാമുകൾ എന്നിവർക്കിടയിൽ ഒരേ വിഷയത്തിൽ പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരാരും പരസ്പരം പിഴച്ചവരെന്ന് ആരോപിച്ചിട്ടില്ല. ഏതു നിമിഷവും വഴിതെറ്റാൻ സാധ്യതയുള്ളവരാണ് നമ്മൾ. കാരണം പിശാച് നമ്മുടെ പിറകിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം 17 തവണ ഞങ്ങളെ നേരായ വഴിയിൽ നടത്തണമേ എന്ന് ഓരോ വിശ്വാസിയും തന്റെ റബ്ബിനോട് നിർബന്ധപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ടോ വഴി പിഴച്ചവരെന്ന് ആക്ഷേപിച്ചുകൊണ്ടോ അല്ല നാം പ്രബോധനം നടത്തേണ്ടത്, പരസ്പര ബഹുമാനത്തോടു കൂടെയാണ്. അല്ലാഹു തആല തന്റെ പ്രവാചകനോട് പറയുന്നത് ഇപ്രകാരമാണ്: നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് കിതാബിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ ശരിയായ ഉപദേശം നൽകി നീ ജനങ്ങളെ ക്ഷണിക്കുക. മാന്യമായി മാത്രം നീ അവരോട് തർക്കിക്കുക. നിശ്ചയം നിന്റെ രക്ഷിതാവാണ് ശരിയായ വഴിയിലുള്ളവരെയും വഴിതെറ്റിയവരെയും കുറിച്ച് ഏറ്റവും അറിയുന്നവൻ. അതുകൊണ്ട് നാം പരസ്പരം അംഗീകരിക്കുകയും ശാന്തമായ അന്തരീക്ഷത്തിൽ പരസ്പര ബഹുമാനത്തോടെ ആശയവിനിമയം നടത്തുകയും ചെയ്യുക. യോജിക്കുന്ന മേഖലകളിൽ യോജിച്ചു നീങ്ങുക. യോജിക്കാൻ കഴിയാത്ത മേഖലയിൽ അവനവന്റെ അഭിപ്രായമനുസരിച്ച് പ്രവർത്തിക്കുക. തർക്കരഹിത ഉത്തരം നൽകാൻ നമ്മോടൊപ്പം പ്രവാചകനില്ലെന്ന് തിരിച്ചറിയുക. അങ്ങനെ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ ശ്രമിക്കുക.